കണ്ണൂർ തളിപ്പറമ്പിൽ മൊബൈലിൽ നിന്നും ഇളക്കി മാറ്റിയ സ്ക്രീൻ ഗാർഡിൽ അണലി കുഞ്ഞ് ഒട്ടിപ്പിടിച്ചു. തളിപ്പറമ്പ് മാർക്കറ്റ് റോഡിലെ മൊബൈൽ കടയിലാണ് സംഭവം. ഏറെ സമയത്തെ പരിശ്രമത്തിനൊടുവിൽ പാമ്പിനെ രക്ഷപ്പെടുത്തി. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് നിഖിൽ ചേരുന്നുണ്ട്. വിചിത്രമായ വാർത്തയാണ് നിഖിലെ. അണലിക്കുഞ്ഞിനെ രക്ഷപ്പെടുത്താനായി അവിടെ ആരാണ് ഇടപെടൽ നടത്തിയത്? എന്താണ് വിവരങ്ങൾ? ഹർഷൻ, ഏതായാലും ഈ പറഞ്ഞതുപോലെ ജീവനക്കാരൻ കട തുറന്നപ്പോഴാണ് ഈ മൊബൈലിൽ നിന്ന് ഇളക്കി മാറ്റിയ സ്ക്രീൻ ഗാർഡിൻ്റെ പശയിൽ അണലിക്കുഞ്ഞ് ഒട്ടി കിടക്കുന്നതായി കണ്ടത്. പിന്നീട് ഏറെ നേരത്തെ പരിശ്രമം ഈ ജീവനക്കാരൊക്കെ അതിൽ നിന്ന് പുറത്തെടുക്കാൻ, മോചിപ്പിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ അത് വിജയിക്കാതെ വന്നതോടുകൂടി തളിപ്പറമ്പ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പിന്നീട് റേഞ്ച് ഓഫീസർ സനൂപ് കൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം ഈ മാർക്ക് എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തകനും ഈ സ്നേക്ക് റെസ്ക്യൂവറുമായ അനിൽ തൃച്ചംബരം സ്ഥലത്തെത്തി. അദ്ദേഹം പിന്നീട് ഉപയോഗിച്ച് ഈ അണലിക്കുഞ്ഞിനെ അതിൽ നിന്ന് ഇളക്കി മാറ്റി രക്ഷപ്പെടുത്താമോ എന്ന് കുറേ സമയം പരിശ്രമിച്ചു, പക്ഷേ സാധിച്ചില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി മണിക്കൂറുകളോളം പണിപ്പെട്ടാണ് ഈ പാമ്പിനെ ഈ സ്ക്രീൻ ഗാർഡിൽ നിന്ന് അടർത്തി മാറ്റിയെടുത്തത്. ഏതായാലും ആ പാമ്പിന് പിന്നീട് അതിൻ്റെ ജീവൻ നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം എന്നവർ പറയുന്നത്. പിന്നീട് ആ പാമ്പിനെ ഏതായാലും അതിൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് തുറന്നു വിട്ടിട്ടുണ്ട്. തീർച്ചയായും അവരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ വാർത്തയാണ് എന്ന് നിഖിൽ ആവർത്തിച്ച് പറഞ്ഞുറപ്പിക്കുന്നതിൻ്റെ കാരണം എനിക്കതായാലും മനസ്സിലാവുന്നുണ്ട്. ഇനി എന്തായിരിക്കും ഈ വാർത്തയെക്കുറിച്ചുള്ള കമൻറ്റുകൾ എന്നത് എനിക്കിപ്പോഴേ അറിയാം. അണലിക്കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറുതല്ലാത്ത ആ പ്രവർത്തനം നടത്തിയ ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കുകയാണ് ഈ സമയത്ത്.